ആദ്യം ബി.ജെ.പിയുടെ പ്രതിനിധി അദ്ദേഹം ശ്രീ ടി.എൻ. പ്രതാപനെയൊക്കെ ഇവിടെ അധിക്ഷേപിക്കുന്നുണ്ടോ? അദ്ദേഹം പാർലമെൻറ്റിൻ്റെ അകത്ത് എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ശ്രീ പി.ആർ. ശിവശങ്കർ കേരളത്തിൽ മലയാളം പറയുന്ന ഒരു ബി.ജെ.പി. നേതാവിനും വോട്ട് പിടിച്ച് ഒ. രാജഗോപാലിനെ ഒഴിച്ച് ഒരു നിയമസഭയിലോ പാർലമെൻറ്റിലോ പോകാൻ പറ്റാത്ത സാഹചര്യത്തിലും 15 കൊല്ലം MLA ആയിട്ടും 5 കൊല്ലം MP ആയിട്ടും ഇനിയും തുടർന്ന് MP ആയിട്ട് പോകാൻ പോകുന്ന ആളുടെ പേരാണ് ടി.എൻ. പ്രതാപൻ. പിന്നെ ഈ മണ്ടത്തരത്തിൻ്റെ ഡോക്ടറേറ്റ് എടുത്ത ആൾ, അതായത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ മോഹൻലാൽ കരംചന്ദ് ഗാന്ധി എന്നും, ഇവിടെ റഡാറുകൾക്ക് ഫൈറ്റർ വിമാനങ്ങളെ പിടിക്കാൻ പറ്റില്ല കാരണം മേഘങ്ങളുള്ള സമയത്ത് യുദ്ധം ചെയ്താൽ മതിയെന്നും, അതുപോലെ ക്ലൈമറ്റ്, അതായത് അന്തരീക്ഷം ക്ലൈമറ്റ് ചേഞ്ച് നടന്നിട്ടില്ല, നമ്മളാണ് മാറിയത് എന്ന് പറഞ്ഞ വലിയ യോഗിയായ അല്ലെങ്കിൽ സ്വന്തം സർട്ടിഫിക്കറ്റ് ഒന്ന് എടുത്തു കാണിക്കാൻ പറഞ്ഞപ്പോൾ അത് വളരെ രഹസ്യമായ വിവരമാണ്, പുറത്ത് കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഇരിക്കുന്ന പാർലമെൻറ്റിനെ കുറിച്ചാണ് താങ്കൾ ഈ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നുള്ളത് സ്വയം ഓർത്ത് വെച്ചാൽ നല്ലതാണ്. പിന്നെ സ്വന്തമായി സംസ്ഥാന പ്രസിഡന്റ് ഒരു പദയാത്ര നടത്തിയിട്ട് ആ പദയാത്രയ്ക്ക് ഒരു പാട്ട് സ്വന്തമായി എഴുതാൻ പറ്റില്ല, നേരമാട്ടിൽ എഴുതാൻ പറ്റില്ലെങ്കിൽ പിന്നെ നിങ്ങളെയൊക്കെ ആര് വിശ്വസിച്ച് വോട്ട് ചെയ്യുമെന്നാണ് നിങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കണേ? കേന്ദ്ര സർക്കാർ ജനവിരുദ്ധ സർക്കാരും അഴിമതി സർക്കാരുമാണ്, തച്ചുടയ്ക്കണമെന്ന് പറഞ്ഞ് സ്വന്തം സംസ്ഥാന പ്രസിഡന്റ് ഒരു പദയാത്ര നടത്തി നാട് നീളെ അത് പ്രചരിപ്പിച്ചിട്ട് ആ നിങ്ങളെ തന്നെ ഇനി വോട്ട് ചെയ്ത് ജയിപ്പിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളിത് ആരോടാ പറയുന്നത്? കേരളത്തിലെ ജനങ്ങൾ തന്നെ മണ്ടന്മാരാണോ? പിന്നെ കേന്ദ്ര സർക്കാരിനെ കുറിച്ചൊക്കെ ഇപ്പോൾ അദ്ദേഹം ആരോപണങ്ങളില്ല, ആരോപണങ്ങളുടെ പെരുമഴയാണ് സാർ. ഇപ്പോൾ കൽക്കരിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ CAG റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ലക്ഷക്കണക്കിന് കോടി രൂപയുടെ അഴിമതി ഉണ്ടെന്നാണ് CAG റിപ്പോർട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് വന്നിരിക്കുന്നത്. അതിനു മുമ്പേ ഉണ്ടായ ആരോപണങ്ങളൊക്കെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ മുന്നിൽ ഇപ്പോഴും നിലവിലുണ്ട്. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുമൊക്കെ ഇവിടെ നടന്ന ഓരോ ചർച്ചകളെക്കുറിച്ചും നമ്മൾക്കറിയാം. 5240 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഇന്ത്യ രാജ്യത്തിൻ്റെ മുമ്പിൽ ഉണ്ട് എന്നുണ്ടെങ്കിലും കേന്ദ്രത്തിലെ ചില മീഡിയയുടെ കൂട്ടുപിടിച്ച്, ഗോദി മീഡിയയുടെ കൂട്ടുപിടിച്ച് ഇതൊക്കെ മൂടി വെക്കപ്പെടാൻ നിങ്ങൾ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ചൊക്കെ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ പൂർണ്ണമായും ബോധവാന്മാരാണ്. ഇനി പറയാനുള്ളത് ഇടതുപക്ഷത്തെ പ്രതിനിധിയോടാണ്. ഞാൻ പിന്നെ ആദ്യം സീറ്റുകളുടെ കാര്യം പറഞ്ഞപ്പോൾ താങ്കൾ അതിശയിക്കുകയൊന്നും വേണ്ട. ഞാൻ പറഞ്ഞത് വളരെ കൃത്യമാണ്. 272 സീറ്റാണ് കേവല ഭൂരിപക്ഷം. താങ്കൾക്ക് അത് മനസ്സിലാവാത്തതുകൊണ്ടാണ് താങ്കൾ 370 340 എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 272 കേവല ഭൂരിപക്ഷം കവർ ചെയ്യാൻ ഈ പ്രാവശ്യം BJPക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ഇന്നലെ ശ്രീ മല്ലികാർജ്ജുന ഖാർഗെ പറഞ്ഞത് 100 സീറ്റ് കിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നു, ഞങ്ങളുടെ കയ്യിൽ കൃത്യമായ കണക്കുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കലായി തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഗെയിൻ ചെയ്ത സംസ്ഥാനങ്ങളിൽ നിങ്ങളുടെ സീറ്റുകളുടെ എണ്ണം കുറയും. അത് രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിങ്ങളുടെ സീറ്റുകൾ ഗണ്യമായി കുറയും. അതുമാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് വലിയ ഗെയിൻ ഉണ്ടായ കർണാടകയിലും മഹാരാഷ്ട്രയിലും തെലുങ്കാനയിലും ഞങ്ങൾ സ്വീപ്പ് ചെയ്യും. ആ സ്വീപ്പ് ചെയ്യുന്നതിലൂടെ ആ 3 സംസ്ഥാനം വച്ചും മാത്രം ഞങ്ങൾ നിങ്ങളുടെ കേവല ഭൂരിപക്ഷം അടിച്ചു കളയും എന്നാണ് പറഞ്ഞത്. കണക്കാണ് പറഞ്ഞത്. ആ കണക്ക് താങ്കൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് എൻ്റെ കുറ്റം കൊണ്ടല്ല, അതവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത്തെ വശം, ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി ഇവിടെ എന്തെല്ലാമൊക്കെ പറയുന്നു. പ്രിയപ്പെട്ട ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി, താങ്കളൊക്കെ ഇവിടെ ഈ ചാനലിൽ വന്നിരുന്ന് പറയുന്നതല്ലാതെ ഇതൊക്കെ ഡൽഹിയിലും ഇന്ത്യയുടെ പല ഭാഗത്തും മണിപ്പൂർ തൊട്ട് അല്ലെങ്കിൽ അങ്ങ് കാശ്മീർ തൊട്ട് കന്യാകുമാരി പറഞ്ഞ് വരെ ഈ കാര്യങ്ങൾ ശക്തിയുക്തം ഉറക്കെ പറഞ്ഞ ഒരേ ഒരു നേതാവുള്ളൂ. ആ നേതാവിൻ്റെ പേര് രാഹുൽ ഗാന്ധി എന്ന. ആ നേതാവിൻ്റെ വാക്കുകളാണ് ഇന്ത്യയുടെ പ്രതിരോധത്തിൻ്റെ ശബ്ദമായിട്ട്, പ്രതിപക്ഷത്തിൻ്റെ ശബ്ദമായി നിങ്ങൾ പോലും ഉയർത്തി കാണിച്ചത്. ഈ കേരളം വിട്ടാൽ CPMകാരൊക്കെ രാഹുൽ ഗാന്ധി യാത്ര നടത്തുമ്പോൾ ബാനർ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി കീ ജയ് എന്ന് വിളിക്കുന്നവരാണ്. ആ നിങ്ങൾ ഇവിടെ പിണറായി വിജയനും മോഡിയുമായിട്ടുള്ള ബന്ധം വെച്ച്, അവർ തമ്മിലുള്ള ഒരു അവിഹിത ബന്ധം വെച്ച് ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിനെ വിമർശിക്കാൻ വരുമ്പോൾ പിന്നെ നിങ്ങളോടൊക്കെ സഹതാപമല്ലാതെ മറ്റെന്ത് തോന്നുവാനാണ്? ഇല്ലെങ്കിൽ അഭിലാഷേ, 2020 തൊട്ട് മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ ED അന്വേഷണം ഉണ്ടായിട്ട് ഈ BJP വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു അവസരത്തിൽ, അഭിലാഷ് ഇത് കുറിച്ചെഴുതി വെക്ക്, BJP വന്നതിന് ശേഷം ഏതെങ്കിലും ഒരവസരത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ED അന്വേഷണം ഉണ്ടായിട്ട് ആ മുഖ്യമന്ത്രി ഒന്ന് ചോദ്യം ചെയ്യാതിരുന്നിട്ടുണ്ടോ? ഒരൊറ്റ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാതിരുന്നിട്ടുള്ളൂ. ആ മുഖ്യമന്ത്രിയുടെ പേര് സംഘപരിവാറിന്റെ ആശ്രിത വത്സരനായ പിണറായി വിജയൻ എന്നാണ്. ഇപ്പോൾ ഈ പിണറായി വിജയൻ ഡൽഹിയിൽ കുറെ സമരം നടത്തിയല്ലോ. അഭിലാഷെ, ഇയാൾ ഇവിടെ വന്ന് ഈ നമ്മുടെ TP ചന്ദ്രശേഖരനെ കുലംകുത്തി എന്ന് വിളിച്ചിട്ടുണ്ട്, പ്രേമേന്ദ്രനെ പരനാറി എന്ന് വിളിച്ചിട്ടുണ്ട്, മാതൃഭൂമിയുടെ പത്രാധിപരെ എടോ ഗോപാലകൃഷ്ണ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചിട്ടുണ്ട്, ആ കേരള ഹൗസിലെ ജീവനക്കാരനെ ചീത്ത വിളിച്ചിട്ടുണ്ട്. ഈ നരേന്ദ്രമോദിയെ വാക്കെടുത്ത് പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ച ഒരൊറ്റ സെന്റൻസ് കാണിച്ചു തരാമോ അഭിലാഷെ? ഇവരൊക്കെ ഡൽഹിയിൽ പോയി വലിയ സമരം ചെയ്തു. കനൽ ഒരു തരി മതി, ജയിപ്പിച്ചു വിട്ടല്ലോ. ആ കനല് പാർലമെന്റ്
ആ കനല് പാർലമെന്റ് ഞാൻ ശ്രീ അരുൺകുമാർ, താങ്കൾ ഈ ചർച്ചയിൽ ഓരോ ആളുകൾ സംസാരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ കയറി സംസാരിക്കരുത്. താങ്കളുടെ അവസരത്തിൽ ഞങ്ങൾ ആരും മിണ്ടുന്നില്ല. അതൊരു പൊതു മാന്യതയാണ്. ആ മാന്യത പുലർത്താൻ താങ്കൾ തയ്യാറാകണം. ഇല്ലെങ്കിൽ താങ്കൾ സംസാരിക്കുന്നതിനിടയിൽ നിരവധി തവണ ഇന്ററപ്റ്റ് ചെയ്യാനുള്ള അവസരം ഞങ്ങൾക്കുമുണ്ട്. പക്ഷെ അത് ഞങ്ങൾ കാണിക്കാത്തത് ചർച്ചയുടെ മാന്യത കൊണ്ടാണ്. താങ്കൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ കനൽ ഒരു തരി മതി എന്നൊക്കെ പറഞ്ഞ് വിജയിപ്പിച്ചു വിട്ട ആലപ്പുഴയിലെ പ്രതിനിധി ഉണ്ടല്ലോ, ആ ആലപ്പുഴയിലെ പ്രതിനിധി പാർലമെന്റിൽ ഈ സർക്കാരിനെതിരെ പറഞ്ഞ ഒരൊറ്റ പ്രസംഗം, ഒരു നല്ല പ്രസംഗം ഒന്ന് കാണിച്ചു തന്നെ. ആ NK പ്രേമചന്ദ്രന്റെയും ശശി തരൂരും ഹൈബി ഈഡനും ഒക്കെ പ്രസംഗിച്ച പ്രസംഗങ്ങൾ വൈറലായി ഈ രാജ്യത്തെ സോഷ്യൽ മീഡിയയിൽ ഓടുമ്പോഴാണ് താങ്കൾ കനൽ ഒരു തരി മതി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ സ്വയം സായുജ്യം അണിയുന്നത്. അതുകൊണ്ട് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം, പിണറായി വിജയനും നരേന്ദ്രമോദി, ഇപ്പോൾ അദ്ദേഹം പ്രൊഫസർ എന്ന് പറയുന്ന ഫായുടെ ശബ്ദം കേട്ട് ഞാൻ പോലും ഞെട്ടിപ്പോയി. അഭിലാഷ് ഓർക്കണല്ലേ, ആരാ തിരുത തോമ എന്ന് വിളിച്ചത്? കൊച്ചി കായലിൽ തിരുത ചാടുമ്പോൾ തോമയ്ക്ക് ഉത്സവമാണെന്ന് പറഞ്ഞ ഈ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയുടെ നേതാക്കന്മാർ, എന്നിട്ട് അദ്ദേഹം ഇപ്പോൾ പ്രൊഫസർ എന്ന് വിളിക്കുമ്പോൾ ആ ഫായുടെ ശബ്ദം കേട്ട് ഞാൻ തന്നെ പേടിച്ചു പോവുകയാണ്. എന്നിട്ടാണ് ഇവിടെ വന്ന് ഈ ധനപ്രതിസന്ധിയുടെ അതിരൂക്ഷമായ കാലഘട്ടത്തിൽ ആ KV തോമസ് മാഷ് ഇരിക്കുന്ന ആ ഒരു കേരള ഹൗസ് ഉണ്ടല്ലോ, ആ കേരള ഹൗസിലെ ചായ ഉണ്ടാക്കിയാൽ ആ ചായ തരുന്നതിന്റെ പാലിന് കൊടുക്കാൻ കാശില്ലാത്ത സ്ഥലത്താണ് 1.5 ലക്ഷം രൂപ മാസം എടുത്ത് എണ്ണി അദ്ദേഹത്തിന് കൊടുക്കുന്നത്. എന്തിനാണെന്ന് കേരളത്തിലെ ജനങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല സാർ. ഞാൻ ഇപ്പോൾ വരുന്നത് സപ്ലൈകോയിലെ സമരം കഴിഞ്ഞിട്ടാ. എറണാകുളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സപ്ലൈകോ, അതായത് ഈ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സപ്ലൈകോയിൽ ഒഴിഞ്ഞ റാക്കുകൾ ഷൂട്ട് ചെയ്തിട്ടാ ഞങ്ങൾ ഇന്ന് വരുന്നത്. ആ റാക്കുകൾ ഷൂട്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞ് CMDയുടെ തീട്ടൂരം ഉണ്ടായിരുന്നു. ആ തീട്ടൂരം കവർ ചെയ്ത് ഷൂട്ട് ചെയ്തിട്ടാ വരുന്നത്. പഞ്ചസാരയില്ല, കടലയില്ല, പരിപ്പില്ല. കേരളത്തിലെ അവസ്ഥ അതിപരിതാപകരമാണ്. പക്ഷേ നരേന്ദ്രമോദിയും പിണറായി വിജയനും കാരണം ഇവർക്ക് നരേന്ദ്രമോദിയെ പെരിഫറലായി നിങ്ങൾ പ്രതിരോധിക്കുന്നതല്ലാതെ ഇറങ്ങി നിന്ന് പ്രതിരോധിച്ച ഒരൊറ്റ സംഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, ഇന്ത്യയിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇന്ത്യയിൽ ഈ BJPക്കെതിരെ പ്രതിരോധം ഉയർത്തുന്നത് രാഹുൽ ഗാന്ധിയുടെയും UDFന്റെയും കോൺഗ്രസിന്റെയും ശബ്ദമാണ്. ആ ശബ്ദം തന്നെ ഈ പ്രാവശ്യം ഉയർന്നു കേൾക്കും.